നമസ്കാരം. മറ്റൊരു യൂട്യൂബ് ടിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ പുതിയതായിട്ട് തുടങ്ങിയൊരു ചാനലാണ്. ഒട്ടും അറിയത്തില്ലാത്ത ആളുകൾക്ക് വേണ്ടിയുള്ള ചാനലാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ടാവും. ഒത്തിരിയൊക്കെ അറിയാവുന്നവരൊക്കെ പലരും എക്സ്പാർട്ടുകളായിട്ടുള്ള ആളുകളൊക്കെ യൂട്യൂബിലുണ്ട്. അവർക്ക് വേണ്ടിയുള്ള വീഡിയോ അല്ല ഇത്. സാധാരണക്കാർക്ക്, ഈ തുടക്കക്കാർ, അതുപോലെ തന്നെ ഈ ഇംഗ്ലീഷ് അറിയത്തില്ലാത്തവർ, അങ്ങനെയുള്ള ആളുകൾ. എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ലെങ്കിൽ പോലും ഞാൻ ചെയ്തേക്കുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ച് നമുക്ക് അയച്ചു തന്നേക്കുന്ന അവർ യൂട്യൂബിലുള്ള ജൂലൈ 2025 ജൂലൈ 15 ആ വാർത്ത അവരുടെ സൈറ്റിൽ തന്നെ ഉണ്ടല്ലോ. യൂട്യൂബിൻ്റെ സൈറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും തുറന്നാൽ കാണാൻ പറ്റും. പുതിയ പോളിസിയാണെന്നും പറഞ്ഞുള്ളത്. അതെന്താണെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിലൊന്ന് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ ഞാനത് ഈ ഡിസ്പ്ലേയിൽ ഇടുകയും ചെയ്യാം. കാരണം ഒത്തിരി പേര് ഇത് കൺഫ്യൂഷനായിട്ട് ഉള്ള ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയാണ്. മറ്റ് ചില ആളുകൾ ഈ വീഡിയോ കണ്ട് എൻ്റെ കമൻറ്റ്, ഞാൻ ആദ്യമായിട്ട് ഇന്നലെ മിനിങ്ങാന്നാണ് ഈ വീഡിയോ ഇടാൻ തുടങ്ങിയത്. അപ്പോൾ ഒത്തിരി പേര്, ഒരാൾ വന്നിട്ട് ഇതിനകത്ത് കമൻറ്റ് എഴുതിയിട്ടുണ്ട്. അപ്പം ഞാനിത് വ്യക്തമാക്കി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. അതായത് ഈ ഇംഗ്ലീഷ് വായിച്ചിട്ട് മനസ്സിലാകാത്ത ആളുകൾക്ക് വേണ്ടി ഇത് ജസ്റ്റ് ഇതൊന്ന് വായിച്ച് കേൾപ്പിക്കുകയാണ്. അതായത് എന്താണ് ക്രൈറ്റീരിയ എന്നുള്ളത് യൂട്യൂബ് പറയുന്നത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുക. വേറെ ഒന്നും ഞാൻ ചെയ്തില്ല. 2025 ജൂലൈ 15 ആവർത്തിച്ചിട്ടുള്ളതോ വൻതോതിൽ നിർമ്മിക്കുന്നതുമായ ഉള്ളടക്കം ഇതിൽ ഉൾപ്പെടുന്നുവെന്ന് വ്യക്തമാക്കുന്നതിനായി ഞങ്ങളുടെ ആവർത്തിക്കുന്ന ഉള്ളടക്കം നയത്തിൽ ഒരു ചെറിയ അപ്ഡേറ്റ് ഞങ്ങൾ വരുത്തുകയാണ്. ഈ നയത്തെ ആവർത്തിക്കുന്ന ഉള്ളടക്കം എന്നതിൽ നിന്ന് ആധികാരികമില്ലാത്ത ഉള്ളടക്കമാക്കി മാറ്റുകയും ചെയ്യുന്നു. യഥാർത്ഥവും ആധികാരികവുമായ ഉള്ളടക്കത്തിന് സൃഷ്ടാക്കൾക്ക് പ്രതിഫലം നൽകുന്ന ഞങ്ങളുടെ നിലവിലുള്ള നയങ്ങൾക്ക് കീഴിൽ ഇത്തരത്തിലുള്ള ഉള്ളടക്കം എപ്പോഴും ധനസമ്പാദനത്തിന് യോഗ്യമല്ല. കമൻട്രി ക്ലിപ്പുകൾ, സമാഹരണങ്ങൾ, പ്രതികരണങ്ങൾ, വീഡിയോകൾ എന്നിവ പോലുള്ള ഉള്ളടക്കം അവലോകനം ചെയ്യുന്ന ഞങ്ങളുടെ പുനരുപയോഗ ഉള്ളടക്ക നയത്തിൽ മാറ്റമൊന്നുമില്ല. അതാണ് ഒന്നാമത്തെ കേട്ടോ. ഇതിൽ നിന്ന് ആവർത്തനമുള്ള അധികാരമില്ല ഉള്ളടക്കം മാറ്റുകയും ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇതാണ്, നമ്മളിപ്പോൾ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ വീഡിയോയിൽ അതിൻ്റെ കറക്റ്റ് ഉള്ളടക്കം ഉണ്ടായിരിക്കണം. ഉദാഹരണത്തിന് ഒരാളുടെ വീഡിയോ നമ്മൾ കോപ്പി ചെയ്തിട്ടായി ചിലരൊക്കെ കോപ്പി ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അത് അതേപടി കോപ്പി ചെയ്യാതെ നമ്മുടേതായ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണം. ഉദാഹരണത്തിന് ഒരു സൈക്ലിങ്ങിൻ്റെ വീഡിയോ, ഒരു ഹിൽ ടോപ്പിലേക്ക് ഒരു സൈക്കിളിൽ ഒരാൾ പോകുന്നു. അപ്പോൾ അയാൾ ഗിയർ സൈക്കിൾ കൊണ്ട് പോകുന്നു. അയാൾ ഗിയർ സൈക്കിൾ കൊണ്ട് പോകുമ്പോൾ അയാൾ അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു വാഹന നിർമ്മാതാവ് ഒരു വാഹനത്തിൻ്റെ റിവ്യൂ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബ്ലോഗർ വാഹനത്തിൻ്റെ റിവ്യൂ ചെയ്യുമ്പോൾ മറ്റുള്ളവർ ചെയ്ത കാര്യം അതേപടി പറയാതെ എന്തെങ്കിലും വ്യത്യസ്തത അതിൽ കൊണ്ടുവരണം. അതാണ് യൂട്യൂബ് പറയുന്നത്. ഒരേ കണ്ടൻ്റ് ആകാൻ പാടില്ല, ഒരേ കണ്ടൻറ്റ് നമ്മൾ ചെയ്യാൻ പാടില്ല. അതിനാണ് റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറയുന്നത്. മറ്റൊരാളുടെ കണ്ടൻറ്റ് അതേപടി കോപ്പി ചെയ്യാതെ നമ്മുടേതായ അതിൻ്റെ ഒരു അംശം, ശാംശീകരണം അതിലുണ്ടായിരിക്കണം, ഒരു വ്യത്യസ്തത അതിലുണ്ടാകണം. അങ്ങനെയുള്ളതിന് മാത്രമേ ഇനി എന്താ പറയണ്ടേ മോണിറ്റൈസേഷൻ കിട്ടുകയുള്ളൂ എന്നാണ് പറയുന്നത്. അടുത്ത നമുക്ക് വായിക്കാം. 2005 മാർച്ച് 10 ഞങ്ങളുടെ പരസ്യ അനുയോജിതമായ അവലോകന പ്രക്രിയയിൽ ഞങ്ങൾ മെച്ചപ്പെടുത്തലുകൾ വരുത്തുകയാണ്. തൽഫലമായി പരിശോധനയ്ക്ക് വിധേയമാകുന്ന വീഡിയോകൾ, സ്വകാര്യ വീഡിയോകൾ ഉൾപ്പെടെ ഒരു അധിക അവലോകനം ലഭിച്ചേക്കാം. അതൊരു മനുഷ്യനാൽ പൂർത്തിയാക്കാൻ കഴിയും. ചില സന്ദർഭങ്ങളിൽ വീഡിയോ ധനസമ്പാദന തീരുമാനങ്ങൾക്ക് 24 മണിക്കൂർ വരെ എടുത്തേക്കാം. ധനസമ്പാദന തീരുമാനങ്ങളുടെ കൃത്യത മെച്ചപ്പെടുത്തുന്നതും നിങ്ങളുടെ ചാനലിൽ മറ്റുള്ള ധനസമ്പാദന സാധ്യത വർദ്ധിപ്പിക്കുന്നതുമാണ് അപ്ഡേറ്റുകൾ വർക്ക്. അതായത് കൂടുതൽ നിയമങ്ങളാണ് യൂട്യൂബിലേക്ക് വരുന്നത്. അപ്പോൾ അത് ഞാൻ കൂടുതലൂടെ പറഞ്ഞു മനസ്സിലാക്കിത്തരാം. നിങ്ങളുടെ യൂട്യൂബിൽ ധനസമ്പാദനം നടത്തിയാണ് നിങ്ങളുടെ ചാനൽ യൂട്യൂബ് ധനസമ്പാദന നയങ്ങൾ പാലിക്കേണ്ടതാണ്. പ്രധാനമായും താഴെ പറയുന്നത് വിവരിക്കുന്ന നിയമങ്ങളാണ്. കമ്മ്യൂണിറ്റി മാർഗനിർദ്ദേശം. കമ്മ്യൂണിറ്റിയുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് അറിയുന്ന ഞാൻ വിചാരിക്കുന്നു. സേവന നിബന്ധനകൾ. പകർപ്പവകാശം നിങ്ങൾക്ക് അറിയത്തില്ലേ? മറ്റുള്ളവരുടെ വീഡിയോ അതേപടി പോയി കോപ്പി അടിക്കുന്നതിനാണ് പലരും ചെയ്യുന്നൊരു തെറ്റായ കാര്യം. അതാണ് അതിന് പകർപ്പവകാശ നിയമം എന്ന് പറഞ്ഞ് പുതിയൊരു സംവിധാനം കൊണ്ടുവന്നിട്ട്. അപ്പം പകർപ്പ് അവകാശ നിയമം എന്ന് പറയുന്നത്, മുൻപുണ്ടായിരുന്നവരുടെ സാധനം നമ്മൾ കോപ്പി ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ യൂട്യൂബിന് അത് മനസ്സിലാവും. വേറൊരാളുടെ വീഡിയോ ഒന്ന് യൂട്യൂബിന് മനസ്സിലാവും. അതുപോലെ അവകാശ ക്ലിയറൻസ്, ക്രമീകരണ നയങ്ങൾ, ഞങ്ങളുടെ പ്രോഗ്രാം നയങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ഇതാണ് മെയിനായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട
പ്രധാനപ്പെട്ട ഒരു വിശദമായി പറഞ്ഞു. നിങ്ങളുടെ ചാനൽ അവലോകനം ചെയ്യുമ്പോൾ ഞങ്ങൾ ഇതാണ് പരിശോധിക്കുന്നത് എന്ന് വായിക്കാം. ഇത് അതായത് നിങ്ങളുടെ ഉള്ളടക്കവും യഥാർത്ഥവും ആധികാരികവുമായിരിക്കണം. ഇതിനർത്ഥം നിങ്ങളുടെ ഉള്ളടക്കത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പം എന്നിട്ട് അവർ താഴെ കൊടുത്തേക്കുക, നിങ്ങളെ യഥാർത്ഥ സൃഷ്ടിയാക്കുക. മറ്റൊരാളിൽ നിന്ന് ഉള്ളടക്കം കടമെടുക്കുകയാണെങ്കിൽ അത് നിങ്ങളേക്കാൾ നിങ്ങൾ അതിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. ഇപ്പോൾ മനസ്സിലായില്ല, വ്യക്തമായിട്ട് അവർ അതിൽ പറഞ്ഞേക്കുകയാണ്, നിങ്ങളെ യഥാർത്ഥ സൃഷ്ടിയാക്കുക. മറ്റൊരാളുടെ അടുത്തുനിന്ന് നിങ്ങൾ കടമെടുത്താൽ പോലും അതിൽ നിങ്ങളുടേതായിട്ടുള്ള ഇൻപുട്ടുകൾ, നിങ്ങളുടേതായിട്ടുള്ള പിന്നെ പറയുക കഴിവ് അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള റോള് അതിൽ കൊള്ളിച്ചിട്ട് മാത്രമേ നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് എന്നാ പറയേണ്ടത്, യൂട്യൂബ് അത് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ സംഭവം കിട്ടണമല്ലോ. അപ്പോൾ അവർ പരിശോധിക്കുമ്പോൾ മറ്റുള്ളവരുമായിട്ട് സാമ്യം ഉണ്ടാകാൻ പാടില്ലെന്ന് പറയുന്നത്. വൻതോതിൽ നിർമ്മിക്കുന്നതോ ആവർത്തിക്കുന്നതോ ആകരുത്. ഉദാഹരണത്തിന് വൻതോതിൽ ഒത്തിരി പേരെ നിർമ്മിക്കുന്ന പല വീഡിയോസുണ്ട്, ഒരുപാട് നിർമ്മിക്കുന്ന വീഡിയോകളുണ്ട്. അതുപോലെ ആവരുത്. കാഴ്ചക്കാരെ ആകർഷിക്കുന്ന എന്ന ഉദ്ദേശത്തോടെയല്ല, മറിച്ച് അതായത് കാഴ്ചക്കാരെ വെറുതെ ആസ്വദിപ്പിക്കുക മാത്രമല്ല, മറിച്ച് കാഴ്ചക്കാരുടെ ആസ്വാദനത്തിലോ വിദ്യാഭ്യാസത്തിനോ വേണ്ടിയായിരിക്കും നിർമ്മിക്കണം. ഇപ്പോൾ ശരിക്കും അതായത് കാഴ്ച കാണുന്നവർക്ക് ഒരു അറിവ് കിട്ടുന്ന രീതിയിലുള്ള, ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോ പറഞ്ഞ പോലെ സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് ഒരാൾക്കൊരു ഗുണം കിട്ടണം. നിങ്ങളുടെ ഒരു വീഡിയോ കൊണ്ട് ആളുകൾക്കൊരു പഠനം എന്ന രീതിയിൽ വേണം ചെയ്യണമെന്നാണ് ഇതിൽ ഇവർ പറയുന്നത്. യൂട്യൂബിൻ്റെ പോളിസി പറയുന്നത്, ഞങ്ങളുടെ നയങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് നിങ്ങളുടെ ചാനലിലടക്കം ഞങ്ങളുടെ അവലോകകർ പരിശോധിക്കുക. എല്ലാ വീഡിയോകളും പരിശോധിക്കാൻ കഴിയാത്തതിനാൽ നിങ്ങളുടെ ചാനൽ ഇന്നിൽ പറയുന്ന ഞങ്ങളുടെ അവലോകകർ ശ്രദ്ധിക്കേണ്ടിയിരിക്കും. പ്രധാന തീമും ഏറ്റവും കൂടുതൽ കണ്ട വീഡിയോകൾ, ഏറ്റവും പുതിയ വീഡിയോകൾ, അതായത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് റീച്ച് വന്ന വീഡിയോ അവർ നോക്കും, ഏറ്റവും ലാസ്റ്റ് ഇട്ട വീഡിയോ അവർ നോക്കും, കണ്ട സമയത്തിൻ്റെ ഏറ്റവും വലിയ അനുതാപം നോക്കും, വീഡിയോ മെറ്റാഡാറ്റ വിശിഷ്ടങ്ങൾ എന്നിവ ഉൾപ്പെടെ ചാനലിൻ്റെ വിവരം വിഭാഗം അങ്ങനെ. അപ്പം ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ടതായിട്ട് യൂട്യൂബ് പറയുന്നത് നിയമങ്ങൾ. പിന്നെ ഉള്ളത് ബംഗാളി പ്രോഗ്രാമിൽ അംഗമെന്നതിൽ നിങ്ങളുടെ വീഡിയോകളിൽ ഞങ്ങളുടെ പരസ്യദാതാവ് അനുയോജ്യമായ ഉള്ളടക്ക മാർഗനിർദ്ദേശങ്ങൾ. അതായത് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഗൂഗിളിൽ പരസ്യം വന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ പൈസ റവന്യൂ കിട്ടുമെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. ഈ പരസ്യം തരുന്ന കമ്പനികൾ, ഉദാഹരണത്തിന് ഒരു വണ്ടിയുടെ ഇത് റിവ്യൂ ചെയ്യുന്ന ആൾ, അപ്പോൾ ആ വണ്ടി റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളിലേക്ക് ഇടുന്ന പരസ്യം ഈ വാഹനവുമായി ബന്ധപ്പെട്ടാണ്. അപ്പം അതുമായി റിലേറ്റപ്പെട്ട കാര്യങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് പറഞ്ഞ് പരസ്യദാതാക്കൾക്ക് വിധേയപ്പെട്ട അനുയോജ്യമായ ഉള്ളടക്കങ്ങളുള്ള മാർഗനിർദ്ദേശങ്ങളുള്ള വീഡിയോകളാണ് കൂടുതൽ വേണ്ടത്. അതായത് പരസ്യത്തിന് ഒട്ടും സാധ്യതയില്ല. ഉദാഹരണത്തിന് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത ഒരാൾ അതിലൊരു പരസ്യം യൂട്യൂബിന് കൊടുക്കാൻ, അല്ലെങ്കിൽ യൂട്യൂബിന് പരസ്യം കൊടുക്കുന്ന കമ്പനികളുടെ ഒരു പരസ്യം വരാൻ സാധിക്കാത്ത വിധമുള്ള കണ്ടന്റ് ആണെങ്കിൽ ഒരിക്കലും അതിനകത്ത് പരസ്യം അധികം വരില്ല. അവർക്കൊരു ഒരു ഗുണമില്ല. അതുകൊണ്ട് അങ്ങനത്തെ കണ്ടന്റ് പാടില്ലെന്നാണ് പറയുന്നത്. പിന്നെ പകർപ്പവകാശ നിർദ്ദേശങ്ങൾ നിങ്ങൾ പ്രായപരിധി നോക്കണം. അതുപോലെ തന്നെ അവകാശ നിയമങ്ങൾ പാലിക്കണം. പകർപ്പവകാശം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് സ്വന്തം സൃഷ്ടി ആയിരിക്കണം. മറ്റുള്ളവർ ഇപ്പോൾ ഒരുപാട് പേർക്ക് നമുക്ക് ഇപ്പം അവരുടെ പേരിലുള്ള വീഡിയോ കണ്ടുപിടിക്കാനുള്ള ഓപ്ഷനുണ്ട്. സ്ട്രൈക്ക് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്, പല ഓപ്ഷൻസ് ഉണ്ട്. അതിൽ വീഡിയോ ഒരു സാമ്പിൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ആരൊക്കെയാണ് യൂട്യൂബിൽ വീഡിയോ സ്വന്തം എൻ്റെ വീഡിയോ ഞാൻ വേറെ ആരെങ്കിലും കോപ്പി അടിച്ചിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള അവകാശമുണ്ട്. അയാളുടെ സംവിധാനം യൂട്യൂബിലുണ്ട്. നിങ്ങൾ ആ സ്ട്രൈക്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് യൂട്യൂബിൽ. അങ്ങനത്തെ പുതിയ സംവിധാനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും ആളുകൾക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് തരാൻ പറ്റും. അതുപോലെ തന്നെ 3 സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ പോകുന്നതാണ്. അത്രയും കെയർഫുള്ളായിട്ട് വേണം ഇനി നമ്മൾ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. കുറച്ചും കൂടെ ടൈറ്റായിട്ട് യൂട്യൂബ് വേണമെങ്കിൽ നിയമങ്ങൾ കർക്കശമാക്കുകയാണ്. അപ്പം നമ്മൾ നമുക്ക് ഒരുപാട് ക്ലിക്ക് വന്ന, നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടതാണ്. നമുക്ക് ഒരുപാട് വ്യൂ വന്ന എന്താ പറയേണ്ടത് വീഡിയോസിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ, അപ്പം ലാസ്റ്റ് ഇട്ട വീഡിയോ, ഇങ്ങനെയുള്ളതാണ് ഒരു ക്രൈറ്റീരിയ നോക്കുന്നത്. എല്ലാ വീഡിയോ അവർക്ക് നോക്കാൻ പറ്റുമെന്ന് തന്നെ യൂട്യൂബ് പറയുന്നുണ്ട്. അപ്പോൾ എന്നിരുന്നാലും ഞാനിത് തുടക്കക്കാർക്ക്, മലയാളം എന്താ പറയുക അറിയാവുന്നവർ, അതുപോലെ തന്നെ ഇംഗ്ലീഷ് വായിച്ചിട്ട് മനസ്സിലാത്ത ആളുകൾക്ക് വേണ്ടി മാത്രമാണ്. ഒത്തിരി വലിയ എക്സ്പേർട്ടുകളൊന്നും വന്ന് തന്നെ തെറി പറയാനൊന്നും വരണ്ട. യൂട്യൂബിൽ വന്നേക്കുന്ന കാര്യങ്ങൾ ഞാൻ അതേപടി വായിച്ച് കേൾപ്പിച്ചിരുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾ ഉചിതമായ തീരുമാനമെടുക്കുക, നല്ല രീതിയിൽ വീഡിയോ ചെയ്യുക. കൂടുതൽ വാർത്തകളും ഇതുപോലത്തെ യൂട്യൂബുമായി ടിപ്പുകൾക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.